നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഞാൻ ഒരു പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു. ആ കണക്ഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കണക്ഷൻ എന്ന് പറയുമ്പോൾ കേരള വിഷൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഏകദേശം 3 മാസത്തോളമായി ഞാൻ പറഞ്ഞിട്ട് അവർ ഇങ്ങ് കൊണ്ടുവന്നത്. അപ്പോൾ ഭയങ്കര ലാഗായിരുന്നു, ഭയങ്കര വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ 3 മാസത്തിന് മുമ്പേ പറഞ്ഞാണ് വിളിച്ച് എൻ്റെ ഊപ്പാട് വന്നതിന് ശേഷമാണ് അവർ വന്ന് കൊണ്ടുവച്ചത്. അപ്പോൾ പിന്നെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഷോർട്ടേജും ഇപ്പം മോഡത്തിനൊക്കെ നല്ല ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഈ കേരള വിഷൻ്റെ കസ്റ്റമർ കെയർ കോർഡിനേറ്റർ എല്ലാവരെയും വിളിച്ചതിന് ശേഷമാണ് ഈ മോഡം കിട്ടിയത്. ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ കസ്റ്റമർ കെയറിൻ്റെ അടുത്തൊക്കെ കെഞ്ചിയിട്ടാണ് ഈ ഒരു കണക്ഷൻ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടിയിരിക്കുന്നത് നമ്മൾ മുഴുവൻ പൈസ കൊടുത്തിരിക്കുന്നത് ഏകദേശം 3500 രൂപയാണ്. മോഡ ഉൾപ്പെടെ 3500 രൂപയാണ്. അപ്പോൾ 3500 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് 3 മാസത്തെ ഫ്രീ ഇൻ്റർനെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ 50 Mbps പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആണ്. അപ്പോൾ 50 Mbps 3 മാസം ഫ്രീ ആണ്. അപ്പോഴത്തേക്ക് അത് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ പ്ലാനുകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവരുടെ ആ ഒരു FUP പ്ലാനും ബാക്കി ഇൻ്റർനെറ്റ് പ്ലാൻസ് പൈസയും എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഇതിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഫിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും സ്പ്ലൈസിങ്ങും എല്ലാം ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു പോസ്റ്റിലാണ് നമ്മുടെ ഇത് കെട്ടി വെച്ചിട്ടുള്ള ആ ഫൈബർ, അതായത് പൊട്ടയാണെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിൽ നേരെ അവരിതോ അപ്പുറത്തെ പോസ്റ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ താഴെ ഇറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും വലിക്കാനാണ് അവർ ഇത്രയും സമയം എടുത്തത്. അപ്പോൾ അതാ ഈ ഒരു പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ മറ്റേ കണക്ഷൻ നമ്മുടെ DTHൻ്റെ ആണ്, ഡിഷിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു കണക്ഷനാണ് അടുത്തത് വരുന്നത്. അപ്പോൾ അകത്തൂടെ അതാ ഇങ്ങനെ ഒരു ഫൈബറാണ് വരുന്നത്. കണ്ടാൽ നമ്മുടെ കേബിൾ പോലെ തന്നെ ഇരിക്കും. വന്നതായി ഇവിടെ ചുറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വന്ന് സ്പ്ലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ ഫൈബർ ചുറ്റിയിട്ടിട്ടുണ്ട്. 4 കോറിൻ്റെ ഫൈബറാണ് ചുറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരിത് നമ്മുടെ സ്പ്ലൈസ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടോളൂ.
അപ്പോൾ അടുത്ത ദിവസം മോഡം തരാമെന്ന് പറഞ്ഞിട്ട് 12 ദിവസമായി. 12ാമത്തെ ദിവസമാണ് നമുക്ക് മോഡം കിട്ടിയത്. അപ്പോഴത്തേക്കും ഈ നമ്മൾ നേരത്തെ സ്പ്ലൈസ് ചെയ്ത് വെച്ച പെട്ടിയാണിത്. ആ പെട്ടിയിൽ ഇവിടെ ഡേറ്റ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പെട്ടിക്കകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ മെയിൻ ഫൈബർ വന്നിട്ട് അതിനകത്ത് സ്പ്ലൈസ് ചെയ്ത്, അതായത് സ്പ്ലൈസ് എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്ത് ഈ ഒരു മഞ്ഞ വയറിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മോഡത്തിലോട്ട് കൊടുക്കും. അല്ലാതെ അവർ ഡയറക്റ്റ് മോഡത്തിലോട്ടല്ല വരുന്നത്, ഈ ഒരു ബോക്സ് വഴിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മോഡം. ഒരു ഒപ്റ്റിലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മോഡമാണ്. ഇതാണ് നമ്മുടെ മോഡം. ഇതിൽ ഉള്ള പോർട്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ടെലിഫോണിൻ്റെ ഒരു പോർട്ടാണ്, ഒരു സിമെൻറ്റ് കളറിൽ ഗ്രേ കളറിലിരിക്കുന്ന ഒരു ടെലിഫോണിൻ്റെ പോർട്ടാണ്. ബാക്കി 2 ലാൻഡ് പോർട്ടാണ്. പിന്നെ ഇത് പവർ കോഡാണ്, 12 വോൾട്ട് DC ആണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പോർട്ടാണ്. പിന്നെ 2 ആൻറ്റിന ഉണ്ട്. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പോർട്ട്, ആ നീല നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പോർട്ട്. അപ്പോൾ ഈ മോഡമാണ് ഇപ്പോൾ ഷോർട്ടേജ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഇളക്കി കാണിക്കാം. ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് മോഡത്തിൻ്റെ ആ ഒരു വ്യൂ. ഇത്രയേ ഉള്ളൂ, ചെറിയ മോഡമാണ്. അപ്പോൾ ഇത് മോഡോ റൂട്ടറും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ് എന്ന് പറയുമ്പോൾ എയർടെലിൻ്റെ നെറ്റാണ്. അപ്പോൾ എയർടെലിൻ്റെ ആ ഒരു സ്പീഡ് ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പം ലോഡ് ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡായി വരുന്നു പോലുമില്ല. എയർടെലിൻ്റെ ആണ്. അവർ ഭയങ്കര ഫാസ്റ്റ് ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഇൻ്റർനെറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ 250 രൂപ കൊടുത്ത് ഒരു മാസം ചാർജ് ചെയ്തിട്ട് അത് നേരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത്ര തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വന്നത്. ഓക്കെ, ഫൈനലി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എയർടെൽ സെർവർ എയർടെലാണ്. എയർടെലിൻ്റെ സെർവറിലാണ് ഇപ്പോൾ കണക്റ്റ് ആവും. അപ്പോൾ അത് ലോഡാവാൻ തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്ട് 3 Mbps ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഈ ലൈവ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ. അതുകൊണ്ട് 3.44 Mbps ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് കിട്ടുകയില്ല നമുക്ക് ഇൻ്റർനെറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കേരള വിഷൻ്റെ അതൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഊക്ല ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗോ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ 50 Mbpsൻ്റെ പ്ലാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് 50 Mbps തന്നെ കിട്ടുന്നുണ്ട്. അപ്ലോഡും ഡൗൺലോഡും നമുക്ക് 50 Mbps തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആ കറക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. നല്ലൊരു കണക്ഷൻ തന്നെയാണ് കിട്ടുന്നത്. നല്ല സ്ട്രോങ് ഇൻ്റർനെറ്റാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിൻ്റെ ആ ഒരു ഡിഫറൻസ്. ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇതൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട സാധനമാണ്. കാരണം അല്ലെങ്കിൽ മണിക്കൂറുകളോളം എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കണക്ഷൻ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ കേരള വിഷൻ്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ നേരെ അവരുടെ ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്തു. ഓക്കെ, ട്രിവാൻഡ്രത്തുള്ള ഡീലേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നേരിട്ടല്ല അവരിവിടെ എത്തിക്കുന്നത്, ലോക്കൽ ഓപ്പറേറ്റേഴ്സ് വഴിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ലോക്കൽ ഓപ്പറേറ്ററിൻ്റെ നമ്പർ എനിക്ക് തന്നു. അപ്പോൾ ലോക്കൽ ഓപ്പറേറ്ററാണ് ഇത്ര ലാഗ് അടുപ്പിച്ചത്. മാത്രമല്ല വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്കൽ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ നേരെ വന്ന് ലൈന് വലിച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ലൈന് വലിച്ചിട്ടതിന് ശേഷം ഒരു 2-3 ദിവസത്തിനകം വന്ന് സ്പ്ലൈസ് ചെയ്ത് ആ പെട്ടി കൊണ്ട് അടിച്ചു വെച്ച് സ്പ്ലൈസ് ചെയ്ത്, അത് ഒപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് മോഡം കൊണ്ടുവന്ന് വെച്ചത്. മോഡത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡത്തിന് ഭയങ്കര ഷോർട്ടേജ് ഇപ്പോഴും ഉണ്ട്. കാണിച്ചാൽ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മാനുഫാക്ചറിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് മോഡത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ നല്ല സ്പീഡ് തന്നെ ഉണ്ട് നമ്മുടെ കേരള വിഷൻ. ഞാൻ കേരള വിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരള വിഷൻ്റെ ഒരു നെറ്റ് നല്ല സ്പീഡ് തന്നെ ഉണ്ട്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ് എന്ന് പറയുന്നത് എയർടെലാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 1 GB വരും. 1 GB വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം 6-7 മണിക്കൂറോളം എടുക്കും. ഇവിടെ കാണിച്ചാൽ റേഞ്ചും ഇല്ല, ടവറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡിലാണെങ്കിൽ ഏകദേശം ഒരു മിനിറ്റ് മതി 1 GB ഇത് അപ്ലോഡ് ചെയ്യാം. 50 Mbps സ്പീഡിലാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ പ്ലാന് 50 Mbps സ്പീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും. അപ്പോൾ 20 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പൈസ കുറവായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.